മന്ത്രി വീണ ജോർജ് പരിയാരം മെഡിക്കൽ കോളേജിലെ ഐസിയുവിൽ നിന്ന് ഡിസ്ചാർജായി ഇപ്പോൾ ഔദ്യോഗിക വാഹനത്തിൽ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. പുലർച്ചെ 4 മണിയോടെയാണ് മന്ത്രി ആശുപത്രി വിട്ടത്. മന്ത്രിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു എന്ന് ഇന്നലെ തന്നെ മെഡിക്കൽ ബോർഡ് യോഗം വിലയിരുത്തിയിരുന്നു. മന്ത്രിയും അങ്ങോട്ടേക്ക് ഡിസ്ചാർജ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിയെ ഡിസ്ചാർജ് ചെയ്തത്. പുലർച്ചെയോടെയാണ് മന്ത്രി ആശുപത്രി വിട്ടത്. തിരുവനന്തപുരത്തേക്ക് പോയെന്നാണ് ഒരു നിഗമനം. എന്തായാലും 4 മണിയോടെ വിട്ടു എന്നുള്ളൊരു ആണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ റെയിൽവേ സ്റ്റേഷനിൽ ഈ KSU പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടെ ഈ മന്ത്രിക്ക് ഈ മർദ്ദനമോ അല്ലെങ്കിൽ പോലീസിനൊരു സുരക്ഷാ വീഴ്ചയോ ഉണ്ടായിട്ടില്ലെന്നാണ് നിലവിൽ സിറ്റി ജില്ലാ പോലീസിന്റെ ഒരു പ്രാഥമിക വിലയിരുത്തലായി പുറത്തുവരുന്നത്. സംഭവത്തിൽ ഈ KSU പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കണമെന്ന് ഈ സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. നിലവിൽ റെയിൽവേ പോലീസാണ് ഈ കേസെടുത്ത് അന്വേഷിക്കുന്നത്. അതിനാൽ മാത്രമല്ല ഈ മുഖ്യമന്ത്രിയും മന്ത്രിയും തന്നെ കയ്യേറ്റം ചെയ്തുവെന്ന് പോലീസിനോട് അറിയിച്ചതോടെയാണ് പോലീസ് ഈ 5 പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുകയും മാത്രമല്ല ഈ ഗുരുതര വകുപ്പുകൾ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കുകയും ചെയ്തത്. റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രിക്കെതിരെ ആക്രമണം ഉണ്ടായിട്ടില്ലെന്നാണ് സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഉത്തരമേഖല DIG യതീഷ് ചന്ദ്രയ്ക്ക് ഒപ്പം തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്കും നൽകിയിട്ടുള്ള വിവരം. മാത്രമല്ല RPF റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന CCTV ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധിച്ചിരുന്നു. ഈ CCTV ദൃശ്യങ്ങളിലും ഈ KSU പ്രവർത്തകർ ആക്രമിക്കുന്ന ആ ഭാഗം ഒന്നും കണ്ടെത്താനായിട്ടില്ല. മന്ത്രി സമരക്കാർക്കെതിരെ തിരിഞ്ഞതോടെ അനുനയിപ്പിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഉണ്ടായതെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിനും പോലീസുകാർ നൽകിയിട്ടുള്ള റിപ്പോർട്ട്. ഈ മന്ത്രിക്കെതിരെ ആക്രമണം നടന്നാൽ അത് പോലീസിന്റെ വീഴ്ചയായി കണ്ട് കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ട് നിലവിൽ റെയിൽവേ പോലീസ് കേസ് അന്വേഷിക്കുന്നുണ്ട്. സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് നിലവിൽ അന്വേഷണം നടക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മന്ത്രിക്ക് മർദ്ദനമോ സുരക്ഷാ വീഴ്ചയോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ പോലീസിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ.